Hi everyone, welcome to Learn to Study. Next type of research ആണ് exploratory research or formulative research. Exploratory research which is also known as formulative research. ഇതിനെ ഫോർമുലേറ്റീവ് റിസർച്ച് എന്ന് പറയാൻ കാരണം ഈ ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് നമുക്ക് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഫോർമുലേറ്റീവ് റിസർച്ച് അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്റ്റ് ചെയ്യുന്നത് ഇഫ് ദി റിസർച്ചർ ഈസ് നോട്ട് ഫെമിലിയർ വിത്ത് ഹിസ് പ്രോബ്ലം. ഇപ്പോൾ റിസർച്ചറിന് അയാളുടെ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ഇല്ല. ഓക്കെ, അപ്പോൾ റിസർച്ചറിന് അറിയാത്തൊരു പ്രോബ്ലം, റിസർച്ചറിൻ്റെ നോളജിൽ പെടാത്തൊരു പ്രോബ്ലത്തിനെ കുറിച്ച്, ഒരു പുതിയൊരു പ്രോബ്ലത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് റിസർച്ച് കണ്ടക്റ്റ് ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ദി പ്രോബ്ലം ഈസ് റോങ്ലി ഡിഫൈൻഡ്, അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറയുന്നത് വെയ്ഗായിട്ടുള്ളൊരു പ്രോബ്ലമാണ്, റോങ് ആയിട്ട് നമ്മൾ തെറ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ആ കേസിലാണ് ഫോർമുലേറ്റീവ് റിസർച്ച് അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റിസർച്ചറിന് അയാളുടെ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് പുതിയ നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് അയാൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി ഡിസ്കവറി ഓഫ് ന്യൂ ഫാക്ട്സ്, തിങ്സ്, ഫോക്കസ് ഓർ ഐഡിയാസ്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത്, അതെന്തിനു ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഡിസ്കവറി ഓഫ് ന്യൂ ഫാക്ട്സ്, പുതിയ ഫാക്റ്റുകൾ, പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്, പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഫോർമുലേറ്റീവ് റിസർച്ച് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ടു എക്സ്പ്ലോർ ന്യൂ തിങ്സ് ആണ്, പുതിയ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിസർച്ച് സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ? റിസർച്ചർ അയാളുടെ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഫോർമുലേറ്റീവ് റിസർച്ച് അപ്ലൈ ചെയ്യുന്നത്. അതായത് പ്രൈമറി ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് ഫോർമുലേറ്റീവ് റിസർച്ച്. അപ്പോൾ റിസർച്ചർ അയാളുടെ പ്രോബ്ലത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണോ അയാൾ റിസർച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് അയാൾക്ക് ഒരു അവയർനെസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അയാൾക്ക് ഇനഫ് നോളജ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് സെറ്റ് ചെയ്യാൻ പറ്റും? ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് റിസർച്ചറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ടെൻറ്റേറ്റീവ് കൺക്ലൂഷൻ ഓർ അസംഷൻ ദാറ്റ് ദി റിസർച്ചർ വാണ്ട്സ് ടു ബി പ്രൂവ്ഡ് ഓർ ഡിസ്പ്രൂവ്ഡ്. ഇപ്പോൾ റിസർച്ചർ ഒന്നെങ്കിൽ പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി റിസർച്ചർ താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ. അപ്പോൾ ടെൻറ്റേറ്റീവ് കൺക്ലൂഷൻ ഓർ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? താൽക്കാലികമായിട്ട് റിസർച്ചർ സെറ്റ് ചെയ്യണ ഒരു കൺക്ലൂഷനാണ്. അത് റിസർച്ചർ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ അത് ഡിസ്പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഫോർമുലേറ്റീവ് റിസർച്ച് അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച്? ദാറ്റ് ഈസ് ഫോർമുലേറ്റീവ് റിസർച്ച് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിസ്കവർ ന്യൂ ഫാക്ട്സ്, തിങ്സ് ഓർ ടു ഫോക്കസ് ന്യൂ ഐഡിയാസ്. Formulative research is applied in those cases where the researcher is not familiar with his problem or the research problem is wrongly or vaguely defined. Okay, അപ്പോൾ ഈ ഒരു കേസിലാണ് നമ്മൾ ഫോർമുലേറ്റീവ് റിസർച്ച് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇത് സാധാരണയായിട്ട് എപ്പോഴാണ് ഫോർമുലേറ്റീവ് റിസർച്ച് അപ്ലൈ ചെയ്യുന്നത്? ഒരു റിസർച്ചിൻ്റെ പ്രൈമറി സ്റ്റേജിലാണ്. കാരണം എന്താണ്? ആ റിസർച്ചറിന് അയാളുടെ റിസർച്ച് പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അയാളുടെ റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് റിസർച്ച് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ it is generally carried out with the purpose of gaining familiarity with a particular topic. ഇപ്പം നമ്മൾ പറഞ്ഞു തന്നെ, അതായത്
നമ്മൾ ഇത് പൊതുവായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പ്രോബ്ലത്തിന്, ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്കൊരു ഫെമിലിയാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ടു ഗെയിൻ ഫെമിലിയാരിറ്റി വിത്ത് എ പെർട്ടിക്കുലർ ടോപ്പിക് ഓർ ടു ഗെയിൻ ഇൻസൈഡ് ഇൻ ടു അണ്ടർ ഡിഫൈൻഡ് ഏരിയാസ്. ഓക്കെ, then through this we are able to acquire information of the field that is unknown to us. അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഇൻഫോർമേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട്, നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമുലേറ്റീവ് റിസർച്ച് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫോർമുലേറ്റീവ് റിസർച്ച് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ വട്ട് ഈസ് ഫോർമുലേറ്റീവ് റിസർച്ച് എന്ന് ചോദിക്കാം. അതേപോലെ തന്നെ വട്ട് ഡു യു മീൻ ബൈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്നും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഫോർമുലേറ്റീവ് റിസർച്ച്, വാട്ട് ഈസ് ഫോർമുലേറ്റീവ് റിസർച്ച്? ഫോർമുലേറ്റീവ് റിസർച്ച് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിസ്കവർ ന്യൂ ഫാക്ട്സ്, തിങ്സ് ഓർ ടു ഡിസ്കവർ ന്യൂ ഐഡിയാസ് which is generally carried out, that is, it is generally carried out with the purpose of gaining familiarity with a particular topic or to gain insight into under defined areas, and which is used in those cases where the researcher is not familiar with his problem or the problem is wrongly defined. So that is formulative research. അപ്പോൾ ഫോർമുലേറ്റീവ് റിസർച്ചിന് നമുക്കൊരു പ്രൈമറി സ്റ്റഡിയാണ് എന്ന് പറയാം. റിസർച്ചിൻ്റെ ഒരു പ്രൈമറി സ്റ്റഡിയാണെന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഫോർമുലേറ്റീവ് റിസർച്ച്, അതിൻ്റെ ഫീച്ചേഴ്സാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ടു ജനറേറ്റ് ന്യൂ ഐഡിയാസ്. പുതിയ ഐഡിയാസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർമുലേറ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ഫീച്ചർ ടു മേക്ക് ആൻ എക്സാക്ട് ഫോർമുലേഷൻ ഓഫ് ദി പ്രോബ്ലം ടു ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് ഫീസിബിൾ ടു അറ്റംപ്റ്റ് ദിസ് സ്റ്റഡി. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റഡി, അതായത് നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള, റിസർച്ചർ ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ടോപ്പിക്ക്, ആ ഒരു സ്റ്റഡി അയാൾക്ക് അത് പോസിബിൾ ആണോ, അത് കണ്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ ഫീസിബിൾ ആണോ, അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് സ്റ്റഡി അയാൾക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് നോക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഫോർമുലേറ്റീവ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Okay, that is to make an exact formulation of the problem and to decide whether it is feasible to attempt this study. Okay, the next feature, it helps to formulate hypothesis. അപ്പോൾ ഇത് ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. therefore it is known as formulative research. Okay, the next, it is the preliminary investigation of the problem. അപ്പോൾ ഒരു പ്രോബ്ലത്തിൻ്റെ അല്ലെങ്കിൽ റിസർച്ചിൻ്റെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഫോർമുലേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഫോർമുലേറ്റീവ് റിസർച്ച്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇറ്റ് ഈസ് എ ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ. വാട്ട് ഈസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഈസ് എ ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷനാണ്. എപ്പോഴാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അപ്ലൈ ചെയ്യുക? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫോർമുലേറ്റീവ് റിസർച്ച് അപ്ലൈ ചെയ്യുന്നത് റിസർച്ചറിന് അയാളുടെ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ഒരു ഇനഫ് നോളജ് ഇല്ലെങ്കിലാണ്, ആ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് നന്നായി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അപ്ലൈ ചെയ്യുന്നത് പ്രോബ്ലത്തിനെ കുറിച്ചിട്ടൊക്കെ നല്ല നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അപ്ലൈ ചെയ്യുന്നത്. ഒരു ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ അതൊരു ലോങ് പീരീഡിൽ കണ്ടക്ട് ചെയ്യുന്നതാണ് എന്ത്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഇൻക്ലൂഡ്സ് സർവേ ആൻഡ് ഫാക്ട് ഫൈൻഡിങ് എൻക്വയറീസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സിലുള്ള സർവേസും ഫാക്ട് ഫൈൻഡിങ് എൻക്വയറീസും ഒക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഇറ്റ് എക്സിസ്റ്റ് അറ്റ് പ്രസൻറ്റ്. അപ്പോൾ പ്രസൻറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഹെൽപ്പ് ചെയ്യും. ദ റിസർച്ചർ ഹാസ് നോ കൺട്രോൾ ഓവർ ദി വേരിയബിൾസ്. ഇവിടെ റിസർച്ചറിന് വേരിയബിൾസിൻ്റെ മുകളിൽ എന്തുണ്ടാവില്ല? ഒരു കൺട്രോളും ഉണ്ടാവില്ല. അപ്പോൾ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾസ് ആണ് നമുക്ക് റിസർച്ചിൻ്റെ ഒരു ഘടന, അല്ലെങ്കിൽ അത് ഹൈപ്പോത്തിസിസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വേരിയബിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, നമുക്ക് ഫൈനൽ റിസൾട്ടൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേരിയബിൾസിന് ഒരു കൺട്രോൾ, ഡയറക്റ്റ് കൺട്രോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ കേസിൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഇതൊക്കെ എക്സാംസിനൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യനൊക്കെയാണ് ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ എന്താണ് ചെയ്യുന്നത്? ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ എന്താണ് റിപ്പോർട്ട് ചെയ്യുക? ഹീ ക്യാൻ ഓൺലി റിപ്പോർട്ട് വാട്ട് ഹാസ് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത്, ഓർ വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനൊക്കെ കുറിച്ചിട്ടാണ്
അയാൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഗ്യാദർ ഡിസ്ക്രിപ്റ്റീവ് ഇൻഫോർമേഷൻ. അപ്പോൾ നമുക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ഫോർ ഫോർമുലേറ്റിംഗ് കോംപ്ലക്സ് സ്റ്റഡീസ്. അപ്പം കോംപ്ലക്സ് സ്റ്റഡീസിന്, അതായത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ട് ഇൻഫോർമേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കണ്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ എയിം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എയിംസ് അറ്റ് സ്റ്റഡിയിങ് ദി എക്സ്പ്രസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന രീതിയാണ് എന്ത്, ഇറ്റ് ക്യാൻ ബി സർവേ റിസർച്ച് ആയിരിക്കാം, കമ്പാരറ്റീവ് റിസർച്ച് ഓർ എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ച്. അപ്പോൾ ഇതിലൂടെയൊക്കെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സിംപ്ലി എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫാക്ട് ഫൈൻഡിങ് ഇൻഫോർമേഷൻ. It includes survey and fact-finding enquiries of different kinds. The main aim of descriptive research is to gather descriptive information about a particular topic. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഇൻഫോർമേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് സർവേ റിസർച്ചിലൂടെയും കമ്പാരറ്റീവ് റിസർച്ചിലൂടെയും അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ഫാക്ട് റിസർച്ചിലൂടെയൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷനാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഈസ് എ ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ വിച്ച് ഈസ് കണ്ടക്റ്റഡ് ത്രൂ സർവേ റിസർച്ച്, കമ്പാരറ്റീവ് റിസർച്ച് ഓർ എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ച് to gather descriptive information or to gather detailed information about a particular problem or a situation or event or an individual. That is, it is carried out with the objective of describing a particular situation, event or an individual. So that is descriptive research. The next features of descriptive research. ഫസ്റ്റ് ഫീച്ചർ എന്താണ്? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസ്ക്രിപ്ഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ നൽകാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കമ്മ്യൂണിറ്റീസിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് എന്തിൽ കാണിക്കുന്നത്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസേൺഡ് ഓൺലി ദി എക്സിസ്റ്റിംഗ് ഫോം ഓഫ് ദി പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിൻ്റെ എക്സിസ്റ്റിംഗ് ഫോം എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ്, അതിനെ മാത്രം കൺസേൺ ചെയ്തിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഫീച്ചർ ഇറ്റ് സ്റ്റഡീസ് ദി എക്സ്പ്രസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പ്രോബ്ലം. Next feature, it has nothing to do with the solution of the problem or treatment of the causes. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. എക്സാമിന് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്നുള്ളത്. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് MCQയിലൊക്കെ ചോദിക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അതായത് ഇങ്ങനെ ചോദിക്കും, എ ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഡാഷ്. അപ്പോൾ അതിൽ നമുക്ക് താഴെ ഓപ്ഷൻസ് ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, ഫോർമുലേറ്റീവ് റിസർച്ച്, ബേസിക് റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്. അപ്പോൾ ഏതാണ് ആൻസർ? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ എക്സ്പ്ലെയിൻ ചെയ്തത് വാട്ട് ഈസ് ഫോർമുലേറ്റീവ് റിസർച്ചും ദെൻ അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.